എല്ലാവർക്കും നമസ്കാരം. ഈ 2018 വരെയും ഞാൻ താമസിച്ചിരുന്ന ഭൂമി പുരയിടത്തിലായിരുന്നു കിടന്നിരുന്നത്. ഇപ്പോൾ അത് നിലത്തിലാണ്. ഈ 2018 മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും നശിച്ചുപോയി. ഈ ഭൂമിയുടെ ഒരു കരടച്ച രസീതിൻ്റെ കോപ്പി എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഒരു അപേക്ഷ എഴുതി നമ്മുടെ വില്ലേജ് ഓഫീസിൽ ചെന്നു. വില്ലേജ് ഓഫീസിൽ നമ്മുടെ പത്തുമേരിക്കാരൻ സജീവ് സാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് അന്ന് എഴുതിയ ആൾക്കാർക്ക് തെറ്റുപറ്റിയാണ്, ഇത് നിലത്തിൽ തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച്, ഇത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ കയറ്റി ഇപ്പോൾ തെറ്റിക്കൂടെ? 2018 കഴിഞ്ഞ പിന്നെയുള്ള കമ്പ്യൂട്ടർ വില്ലേജ് ഓഫീസിലൊക്കെ വന്നിട്ടുള്ളത്, അപ്പോൾ കയറ്റിപ്പോൾ തെറ്റിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എൻ്റെ ആ ഫോം മേടിച്ച് അവിടെ വെച്ച് ഇതേവരെ ഇതിനൊരു മറുപടി എന്നില്ലെന്നുള്ളതാണ്. എനിക്ക് പുരയിടാക്കി തരാൻ വേണ്ടിയല്ല, എൻ്റെ സംശയം തീർത്തു തന്നുകൂടെ? നിലവാണെങ്കിൽ നിലവണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ഇതിൻ്റെ പിന്നാലെ പോവാഞ്ഞത് പോയില്ല. പിന്നെ എന്നാൽ എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഭൂമി ഞാൻ നിലം എന്നുള്ള രീതിയിൽ ഞാൻ കച്ചവടമാക്കി കൊടുത്തത്. അതിൻ്റെ പേരിൽ ഇതിൻ്റെ പിന്നാലെ നടന്നില്ല ഞാൻ. ഇപ്പോൾ ഞാൻ വേറൊരു ഭൂമിയും വീടും കൂടി എടുത്ത് അതിൻ്റെ ആധാരം കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ ചെന്ന് പൂക്കരവ് നടത്താനും കരടക്കാനും വേണ്ടിയാണ്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആ മേടം ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള സാറ് പറഞ്ഞ ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആധാരത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് കൊടുത്ത് അതിൻ്റെ അടിയിൽ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചൊക്കെ എഴുതി വെച്ച് പിറ്റേ ദിവസം എന്നോട് വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ് അങ്ങനൊരു അപേക്ഷ അവിടെ വന്നിട്ടില്ലെന്ന് പറയണം. അങ്ങനെ അന്ന് 3 മണിയായപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കുള്ള ആ മേഡം ഉണ്ട്. അപ്പോൾ ആ മേഡം തലേ ദിവസം ഞാൻ 11 മണിക്ക് വരെ ചെന്നിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം മേഡം ലീവായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ലീവായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ലീവ് പറഞ്ഞിട്ടുണ്ടായില്ലെന്നാണ് ആ സാറ് പറഞ്ഞത്. അങ്ങനെ ഈ മേഡം എന്നോട് പറഞ്ഞ് അത് കാണാനില്ല, എൻ്റെ പേരെന്നിട്ടെന്ന് ചോദിച്ച്. പിന്നെ എനിക്ക് തന്ന ആളുടെ പേര് ചോദിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നെറ്റിൽ നിന്ന് എടുക്കാനാണ്, ഇവർക്ക് ഒട്ടും ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് കരടച്ചൊക്കെ തന്നു. ഇതുപോലൊരു ഉത്തരവാദിത്വമില്ലാത്ത വില്ലേജ് ഓഫീസ് നമ്മുടെ പുത്തമ്പരിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരെ തിരക്ക് കുറക്കാൻ വേണ്ടിയാണ് നമ്മുടെ അക്ഷയയിൽ വിടുന്നത്. നമ്മൾ ഫീസ് അടക്കലൊക്കെ അക്ഷയയിലാണ്. ഇപ്പോൾ അതിന് വേറെ ഫീസ് കൊടുത്തിട്ട് വേണം അക്ഷയയിൽ അടക്കണമെങ്കിൽ. ഇവരെ തിരക്ക് കുറയണമില്ല. ഇവർ ഒരു 5 പ്രാവശ്യമെങ്കിലും ഒരു കാര്യത്തിന് വില്ലേജ് ഓഫീസിൽ ചെല്ലണം. എനിക്ക് പറയാനുള്ളതേ, വേറെ ജില്ലകൾ, അകലെയുള്ള ജില്ലകളിലേക്ക് ജോലി മാറ്റം കൊടുക്കണം. 6 മാസം എത്തുമ്പോൾ അവിടെ നിന്ന് മാറ്റണം. എന്തുകൊണ്ടെന്നാൽ അവിടെ ഇരിക്കുമ്പോൾ ഇവരായിട്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഈ കൈക്കൂലി മേടിക്കലൊക്കെ കൂടും. അത് കുറക്കാൻ വേണ്ടി ഇങ്ങനെ 6 മാസം എത്തുമ്പോൾ ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കൊരു നല്ല വില്ലേജ് ഓഫീസായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.